നമസ്തേ. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പിൽ നമുക്കറിയാം നമ്മളുടെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭാംഗങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്നിരുന്ന് അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള ഒരു പ്രത്യേക ബില്ല് കൊണ്ടുവന്ന് ഒരു ഓർഡിനൻസ് ഇറക്കി കഴിഞ്ഞ 15-ാം തീയതി മുതലോ അല്ലെങ്കിൽ 19-ാം തീയതി മുതലോ കണ്ടോ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വിവേചനം എന്നുള്ളൊരു വാക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഒരിക്കലും വിട്ടുപോകരുത്. ആദ്യമേ ജാതി സംവരണം, പിന്നെ അത് മതസംവരണം, പിന്നെ അതേപോലെ തന്നെ വ്യക്തികളുടെ സംവരണം, പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം തുടങ്ങി ഈ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു വാക്ക് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം അവരുടെ നേതാക്കന്മാരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച കണക്കാണ്. ആരോ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതൊരിക്കലും മാറത്തില്ല എന്നുള്ള രീതി. നമ്മുടെ ഇന്ന് കാലഘട്ടങ്ങൾ കഴിയുന്നത് വരെ ഈ പറയുന്ന ആൾക്കാരെ ഇതിന് കൺട്രോൾ ചെയ്യാത്തിടത്തോളം കാലം ഇത് മാറില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിനുവേണ്ടി ഇവരെല്ലാവരും, അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതുമാവട്ടെ, അവർ ഒരു മന്ത്രിയായിട്ട് പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. അതായത് മതപരമായോ രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ശരിക്കും പറഞ്ഞാൽ വർണ്ണമായിട്ടോ അല്ലെങ്കിൽ ജെൻഡർ ലിംഗഭേദമന്യോ അങ്ങനെപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാത്തിൽ നിന്നും യാതൊരു വിവേചനവും കാണിക്കത്തില്ല. എല്ലാം ഈക്വൽ ജസ്റ്റിസ് ആയിരിക്കും കൊടുക്കുന്നുള്ള രീതിയിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ആ പ്രതിജ്ഞ എന്തായാലും നമുക്ക് എല്ലാവർക്കും കേൾക്കാറുണ്ട്, കേട്ടിട്ടുമുണ്ട്, കേട്ട് തഴമ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്താണോ പ്രതിജ്ഞ എടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാത്രമേ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ചെയ്യാറുള്ളൂ എന്നുള്ളത് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് കാണാവുന്നതാണ്. പക്ഷേ ഇപ്പം നോക്കുമ്പോഴത്തേക്കും ഈ അടുത്ത സമയങ്ങളിൽ ജസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കണ്ണൂർ പോയി. കണ്ണൂർ അവിടുന്ന് പയ്യന്നൂർ പോയി. അവിടുന്ന് ഒരു KSRTCയുടെ ഓർഡിനറി ബസ്സിൻ്റെ അകത്ത് കയറുകയാണ്. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അകത്തിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പം കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റോപ്പിൽ നിന്നും കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും കയറി. ഞാൻ ചുമ്മാ എനിക്കൊരു ക്യൂരിയോസിറ്റി ചോദിച്ചു. ആ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 7th, ഇത് 6th. ഓക്കെ, ഇവൻ 6th 7th പഠിക്കുന്ന പിള്ളേരാണ് ആ ഗ്രൂപ്പ് എന്ന് മനസ്സിലായി. 7th സ്റ്റാൻഡേർഡ് ആയിരിക്കാം, കുഴപ്പമില്ല. അപ്പം ശരിക്കും ഹൈസ്കൂൾ പോലും ആയിട്ടില്ല, മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ ശേഷം കുറച്ച് പെൺകുട്ടികളും കയറിയിട്ടുണ്ട്, അവരുടെ ബാച്ചിലുള്ളവർ തന്നെയാണ്. ഉടനെ ആ സ്റ്റോപ്പിൽ നിന്ന് തന്നെ 2 സ്ത്രീകൾ കയറി. 2 സ്ത്രീകൾ കയറിയപ്പോഴത്തേക്ക് ഇവരുടെ സംഭാഷണങ്ങളെല്ലാം സൗണ്ട് ഇതായി, കുറച്ച് സൈലൻ്റായി. അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അത് ഞങ്ങളുടെ സ്കൂളിലെ ഹൈസ്കൂൾ സെക്ഷനിലെ വൈസ് പ്രിൻസിപ്പൾ അങ്ങനെ കണ്ടാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ഇവർ ഈ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുക. അതൊന്ന് സൈലൻ്റായി മാറി. അവർ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ, ഓപ്പോസിറ്റ് സീറ്റിൽ വന്ന് അടുത്ത ഫ്രണ്ടിലുള്ള സീറ്റിൽ പോയിരുന്നു 2 പേര്. അപ്പോൾ ഹാർഡ്ലി ഒരു 45+ എന്തായാലും ഏജ് ഉണ്ടാവും. അപ്പോൾ അത്രയും ഒരു ഹൈസ്കൂളിലെ ടീച്ചർ എന്നുള്ളത് പറയുമ്പോഴും അല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരാകുമ്പോഴത്തേക്ക് അവർക്കെല്ലാം എങ്ങനെ പോയിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശമ്പളം എന്ന് പറയുന്നത് എബൌട്ട് 60+ ആയിരിക്കാം. +60ക്ക് താഴെ വരത്തില്ല. 60 എന്ന് പറയുമ്പോൾ ഏജ് അല്ല, 60,000+ ആയിരിക്കാം. അത് 80 or 90 ആവാം, മനസ്സിലായില്ലേ? പിന്നെ സർക്കാർ ഇതായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കാശ് കൊടുത്തായിരിക്കത്തില്ല കയറിയിരിക്കുന്നത്, മനസ്സിലായി? അല്ലെങ്കിൽ അത് എയ്ഡഡ് സ്കൂളാണെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തായിരിക്കും കയറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നിലയിലാണെങ്കിൽ 10-60 ലക്ഷം രൂപ കൊടുത്തെങ്കിലേ ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് ജോലി കിട്ടത്തുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷേ ഇവർ ഇത്രയും വർഷമായിട്ടുള്ളതാണ്. അപ്പം കൊടുത്ത് കയറിയിട്ട് ഈ കണ്ടക്ടർ നേരെ ചെന്നിട്ട് ആ കൊച്ചു പെൺകുട്ടികളുടെ അടുത്തെല്ലാം എവിടെ ഇറങ്ങണമെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഒരു ടിക്കറ്റ് കയറി അവർ കൊടുക്കുന്നു. അത് 0 അടിച്ച് ടിക്കറ്റ് കയറി കൊടുത്താൽ ഫ്രീ ആണത്. ഈ പറയുന്ന ടീച്ചർമാരടുത്തും പോയിട്ട് എവിടെ ചോദിക്കുന്നു, അവർക്കും ടിക്കറ്റ് കൊടുത്ത് കീറി കൊടുത്തു. പൈസ ഇവരൊന്നും മേടിക്കുന്നില്ല ഇവരുടെ ആളൊന്നും. 19,000 60,000 മേളിൽ സാലറി ഉള്ളതാണ്. പിന്നെ ഈ പെൺകുട്ടികളും ഇതേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, കൊച്ചു പിള്ളേരാണ്. ആൺകുട്ടികളെടുത്ത് വന്നപ്പോഴത്തേക്ക് അവർക്ക് അവരുടെ കൺസെഷൻ കാർഡ് എടുത്ത് എൻട്രി ചെയ്തിട്ട് ടിക്കറ്റ് കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിഭാഗക്കാർ, അതും 6ഉം 7ലും ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളിലും പെൺകുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഫ്രീ ടിക്കറ്റ്. ആണുങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം, അതും കൊച്ചുകുട്ടികൾ. എന്ന് അവരെ പഠിപ്പിക്കുന്ന ടീച്ചറിന് 19,000 രൂപ സാലറി മേടിക്കുന്ന അവർക്ക് പോലും ടിക്കറ്റ് എടുക്കണ്ട. ഇത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ഡിസ്ക്രിമിനേഷൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ വരെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതല്ലേ? ഇപ്പോൾ ഒരു ചുമ്മാ വെറുതെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. ഈ പെൺകുട്ടികളുടെ പേരൻസ് നല്ല ജോലിയൊക്കെ ആണെന്ന് വെച്ചോ. ആണെന്നുണ്ടെങ്കിൽ
ഈ ആൺകുട്ടികളുടെ പേരൻസ് ഒരു ജോലിയില്ല, ആഴ്ചയിലൊക്കെ വല്ലപ്പോഴും കൂലിപ്പണി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാകുന്നത് ഡെയിലി കൊടുക്കാൻ വേണ്ടി? അപ്പോൾ അവർക്ക് സാമ്പത്തിക പരാധീനങ്ങളുണ്ട്, മറ്റവർക്ക് സാമ്പത്തിക പരാധീനമില്ല, അവർക്കുള്ള ശമ്പളം എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണ്ടേ? ഈ ടീച്ചേഴ്സിന് എന്തിനാണ് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല? അത് കളഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ ഉള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കാമല്ലോ. നമുക്ക് ഡിസ്ക്രിമിനേഷൻ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ ആയിട്ട് കൊടുക്കാൻ എല്ലാ 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഒരേ കാർഡ് കൊടുത്ത് അത് വെച്ചിട്ട് അവർക്കെല്ലാം ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കാം. മനസ്സിലെ ഫ്രീ ടിക്കറ്റിൽ യാത്ര ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏജ്ഡായിട്ടുള്ള 70+ ഉള്ള ആളുകൾക്ക് യാത്ര ചെയ്യാം, ഫ്രീ ആക്കാം. അതേപോലെ തന്നെ ദിവ്യാംഗരായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വല്ല വിഡോയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ളവർക്ക് ഇതവർക്ക് കൊടുക്കാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിന് അത്രത്തോളം ഭയങ്കരമായിട്ട് ആൾക്കാരെ പ്രീതിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ജോലിയില്ലാത്ത വ്യക്തികളുണ്ടല്ലോ, ജോലിയില്ലാത്തവർക്ക് ജോബ്ലെസ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഇഷ്യൂ ചെയ്യട്ടെ. എന്നിട്ട് ആ കാർഡ് കാണിക്കുമ്പോഴത്തേക്ക് ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇതൊന്നും ചെയ്യാതെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിഭാഗത്തിൽ ഒരു പെൺകുട്ടികൾക്ക് ടിക്കറ്റ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫ്രീ ടിക്കറ്റ് കൊടുക്കുക, മറ്റേവരുടെ നിന്ന് കാശ് മേടിച്ച് ടിക്കറ്റ് മേടിപ്പിക്കുക. ഇതേ രണ്ടും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. ഇത് ഒഴിവാക്കണം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് അവർ യാതൊരുവിധ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പോലും പരിഗണിക്കത്തില്ല. അവരുടെ തീരുമാനങ്ങൾ എന്നുള്ളൊരു വാക്കിൽ അവർ ഉറപ്പിച്ച് നിന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആരാണോ ഇതിനെതിരെ കേസ് കൊടുക്കുന്നത്, ഇപ്പോൾ കോടതിയിൽ കേസ് വന്നിട്ടുണ്ട്, അവർ ഈ പോയിൻറ്റും കൂടെ വെച്ചേക്കുക. കാരണം അവിടെ ഡിസ്ക്രിമിനേഷൻ കുട്ടികളിൽ വരെ സ്റ്റാർട്ട് ചെയ്തു. ഒന്നുകിൽ ഈ തീരുമാനം പിൻവലിച്ചില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള എല്ലാവർക്കും, ഈ പറയുന്ന കാറ്റഗറിയിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക്, എല്ലാ കുട്ടികൾക്കും, അത് ഡിസ്ക്രിമിനേഷൻ ഒന്നും വേണ്ട, ആൺകുട്ടികളും പെൺകുട്ടികളാവട്ടെ, 10th വരെയുള്ള പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് കൊടുത്തിരുന്നാലും ഒരു കുഴപ്പമില്ല. ഇതിലല്ലേ അതെല്ലാം നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കുക. കാരണം KSRTC നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കിയേ മാറ്റിയിട്ടുണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ വെളിയിൽ നിന്ന് ഗവൺമെൻറ്റിന് ഷെയർ എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ, അല്ലാതെ ആ സ്ഥാപനം നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് ഫണ്ട് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഏതെങ്കിലും വിധത്തിൽ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് എടുത്തിട്ട് ഈ പറയുന്ന ഫ്രീ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി, ഈ പറയുന്ന കാറ്റഗറീസ് ഗവൺമെൻറ് എംപ്ലോയീസിന് പോലും ഫ്രീ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഈ KSRTCക്ക് ഫണ്ട് ഇവിടുന്ന് ദാനം ചെയ്യാൻ വേണ്ടിയുള്ള പുറപ്പാടായിരിക്കും സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടക്കത്തില്ല. കാരണം നാളെ ആരെങ്കിലും അതിനെതിരായിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ ഈ കമ്പനികൾക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ ഈ പറയുന്ന ഗ്രാൻഡായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫണ്ട് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും KSRTC പൂട്ടും. KSRTC പൂട്ടുമ്പോൾ എന്തുകൊണ്ട്? KSRTC നിങ്ങൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പറയും KSRTCയിലെ കുറേ സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. കുറേ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നൊന്നുമില്ല, വെറുതെ കിടപ്പുണ്ട്. എല്ലായിടത്തും നോക്കിയാൽ മതി. അപ്പം വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ മാത്രം അവർ ഉപയോഗിക്കുന്നു, ബാക്കിയെല്ലാം വെറുതെ കിടക്കുകയാണ്. ഈ പ്രോപ്പർട്ടി എല്ലാം നാളെ ഒരു സംഭവം എന്ത് അറിയോ, ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സർക്കാരോ സർക്കാരിൻ്റെ പ്രതിനിധികളോ ആരെങ്കിലും ആയിട്ടൊക്കെ മുമ്പ് എന്തോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഇത് പൂട്ടി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്തോ ചെയ്യും, ഈ KSRTC നടത്തിപ്പിക്കാൻ വേണ്ടി പ്രൈവറ്റ് ആരെങ്കിലും ആൾക്കാർക്ക് കൊടുക്കാം. ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇത് വിറ്റ് തൊലച്ച് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി അറിയാമല്ലോ, സർക്കാർ പോലും റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. അതിലെന്തെങ്കിലും ആളുകൾക്ക് വല്ല ലീസിനോ, നമ്മുടെ എറണാകുളത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ഒരേ സിറ്റികളിൽ നിന്നൊക്കെ പറഞ്ഞ് ആ വരുന്നവർക്ക് ലോങ് ലീസിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തി കുറേ കോംപ്ലക്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് പോവും. അതിനുള്ള കമ്മീഷൻ ഈ പറയുന്ന പ്രതിനിധികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ KSRTCയെ ഈ പറയുന്ന രീതിയിൽ ഡെയിലിയുള്ള നഷ്ടത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഈ തീരുമാനം എടുക്കത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും നമ്മളുടെ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് പുറമേ എന്തൊക്കെ കളികളുണ്ട്. പക്ഷേ അതെന്ത് കളിച്ചോട്ടെ, വിൽക്കുമോ എന്തോ ചെയ്യട്ടെ, പക്ഷേ ഈ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു വാക്ക്, അത് വിവേചനം എന്നുള്ള രീതിയിൽ ആണും പെണ്ണും എന്നുള്ളൊരു വിവേചനം അത് ഒഴിവാക്കണം. അത് കുട്ടികളിലെങ്കിലും ഒഴിവാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ. അത് കുറച്ച് സീരിയസ് ആയിട്ട് നാളെ കോടതിയിൽ ഈ കേസ് വരികയാണെങ്കിൽ ആ കോടതിയിൽ ഈ പോയിൻറ്റും കൂടെ എടുത്ത് എല്ലാവരും ഉപയോഗിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കുക. താങ്ക് യു.